ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഞ്ചൽസ് ഹാപ്പി വെയറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് റെസിപ്പിയല്ല, നോൺ സ്റ്റിക്ക് ദോശാപ്പാൻ കൂടുതൽ കാലം എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, കേടുകൂടാതെ കൂടുതൽ കാലം എങ്ങനെ നോൺ സ്റ്റിക്ക് ദോശാപ്പാൻ ഈട് നിൽക്കും എന്നതിനുള്ള ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് എനിക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ള ടിപ്സാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കൂടുതൽ വർഷങ്ങളോളം നമുക്കിത് കേടാകാതെ സൂക്ഷിക്കാം. പലർക്കും അറിയുന്നതായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ടിപ്സ് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ദോശാപ്പാൻ വാങ്ങിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത്, അതിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. പലർക്കും അറിയുന്നതാണ്. ഇൻസ്ട്രക്ഷൻ വായിച്ചു നോക്കി ശരിയായി ചെയ്യുക. അതായത് ആദ്യം നമ്മുടെ അടുത്തുള്ള ഏത് ഓയിലായാലും കുഴപ്പമില്ല, ഓയിൽ ഇതിൽ സ്പ്രെഡ് ചെയ്യണം, നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കണം. ചൂടായി വന്നതിന് ശേഷം നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാം, ഭയങ്കര ചൂടല്ല, ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാവണം. പാൻ ചൂടായതിന് ശേഷം നമ്മൾ ഏത് അടുപ്പിലാണോ വെച്ചത് അവിടുന്ന് മാറ്റി വെക്കുക. എന്നിട്ട് അത് തണുത്തതിന് ശേഷം, നന്നായി തണുത്തതിന് ശേഷം നമ്മൾ പ്ലാസ്റ്റിക് സ്ക്രബ് ഉപയോഗിച്ചിട്ട് കഴുകണം. പ്ലാസ്റ്റിക് സ്ക്രബ് അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പ്ലാസ്റ്റിക് സ്ക്രബ്ബർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരിക്കലും സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിക്കരുത്. ഇങ്ങനത്തെ സ്ക്രബ്ബർ ഉപയോഗിക്കരുത്, കാരണം അതിൽ കോട്ടിങ് നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ആദ്യം ഓയിൽ തടവി വെക്കുക, എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ചൂടാക്കുക. എന്നിട്ട് തണുത്തതിന് ശേഷം ഇത് വാഷ് ചെയ്തെടുക്കുക. നിങ്ങൾ ഏത് സോപ്പ് കൊണ്ടാണോ വാഷ് ചെയ്യുന്നത് അതുകൊണ്ട് നന്നായിട്ട് പ്ലാസ്റ്റിക് സ്ക്രബ് ഉപയോഗിച്ച് വാഷ് ചെയ്യാം. നിങ്ങൾക്ക് സ്പോഞ്ചും വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒരിക്കലും സ്റ്റീലിൻ്റെ അതുപോലെ റഫായ ടൈപ്പ് സ്ക്രബ്ബർ ഉപയോഗിക്കരുത്. രണ്ടാമത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചെങ്കിൽ, നമ്മൾ ഒരിക്കലും ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ, അതായത് നമ്മളിപ്പോൾ രാവിലെയൊക്കെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് സമയം അധികം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ദോശ വേഗം ആവാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കൂട്ടി വയ്ക്കും. ഫുൾ ഫ്ലെയിമിലിടാൻ ചാൻസ് ഉണ്ട് പലരും. അപ്പോൾ ഒരിക്കലും നമ്മൾ തീ ഒരിക്കലും ഫുൾ ഫ്ലെയിമിലിടരുത്. മാക്സിമം മീഡിയം ഫ്ലെയിമിൽ ഇടാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കുമ്പോൾ, അതിപ്പോൾ ദോശ പാൻ ആവണമെന്നില്ല, നിങ്ങൾ ഏത് പാൻ ഉപയോഗിക്കുമ്പോഴും കൂടുതൽ കാലം ഈട് നിൽക്കണമെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാൻ പാടുള്ളൂ. ലോ മുതൽ മീഡിയം വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരിക്കലും ഫുൾ ഫ്ലെയിമിലിട്ട് യൂസ് ചെയ്യരുത്. അത് പെട്ടെന്ന് കോട്ടിങ് അടർന്നു പോകാൻ ചാൻസാണ്, അതുപോലെ സ്ക്രാച്ച് വരാൻ ചാൻസാണ്. അത് കാരണം അത് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ടിപ്സ് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ദോശയുടെ പാനിൽ ദോശ മറിച്ചിടാൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും സ്റ്റീലിൻ്റെ ചട്ടുകം ഉപയോഗിക്കരുത്. മരത്തിൻ്റെ ചട്ടുകം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇത് സ്ക്രാച്ച് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ന്യൂ മോഡലിലൊക്കെ എഴുതിയിട്ടുണ്ട്, മെറ്റൽ സ്പൂൺ ഫ്രണ്ട്ലി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും സ്ക്രാച്ച് വരാതിരിക്കാൻ ഏറ്റവും ബെസ്റ്റ് മരത്തിൻ്റെ ചട്ടുകം, മരത്തിൻ്റെ തവി യൂസ് ചെയ്യുന്നതാണ്. അതിപ്പോൾ പാനിൻ്റെ കാര്യമല്ല, കടായി ആയാലും നോൺ സ്റ്റിക്കിൻ്റെ കടായി ആയാലും നിങ്ങൾ ഒരിക്കലും സ്റ്റീലിൻ്റെ കയ്യിൽ ഉപയോഗിച്ച് ഇളക്കരുത്, കാരണം സ്ക്രാച്ച് വരാൻ ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കും ഒരിക്കലും ഉപയോഗിക്കരുത്. പ്ലാസ്റ്റിക് ഹെൽത്ത് വൈസ് വളരെ അപകടം ഉള്ളൊരു കാര്യമാണ്. അത് കാരണം പ്ലാസ്റ്റിക് ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ വളരെ ചീത്തതാണ്. അത് കാരണം നമ്മളെപ്പോഴും മരത്തിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ മരത്തിൻ്റെ ചട്ടുകം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നാലാമത്തെ ടിപ്സ് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ദോശ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായി ചൂടായിട്ടിരിക്കും നമ്മളുടെ പാൻ. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ ദോശ ഉണ്ടാക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ തൊട്ടടുത്തുള്ള ഗ്യാസിലേക്ക് മാറ്റി വയ്ക്കുക തണുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും അതേ ബർണറിൽ നമ്മൾ വെക്കരുത്. അപ്പോൾ പെട്ടെന്ന് തണുത്ത് കിട്ടും. അതുപോലെ കംപ്ലീറ്റ് ചൂട് പോയതിന് ശേഷം മാത്രമേ നമ്മളുടെ ദോശാപ്പാൻ കഴുകാൻ പാടുള്ളൂ. ലൈറ്റ് ചൂടുണ്ടെങ്കിൽ പോലും നമ്മളുടെ ദോശാപ്പാൻ കഴുകരുത്. അത് പെട്ടെന്ന് ഈ കോട്ടിങ് ഇളകി വരാൻ ചാൻസ് കൂടും. അപ്പോൾ ഒരിക്കലും ഇളം ചൂടിൽ പോലും നമ്മളുടെ പാൻ കഴുകരുത്. കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം മാത്രം പാൻ കഴുകുക. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തത് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചൂടാറിയിട്ട് നമ്മൾ പാത്രം വാഷ് ചെയ്യുമ്പോൾ ഒരിക്കലും സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ യൂസ് ചെയ്യരുത്. നിങ്ങളോട് ആദ്യം പറഞ്ഞു ഞാൻ, അതായത് ഇങ്ങനത്തെ ടൈപ്പ് യൂസ് ചെയ്യരുത്. അതുപോലെ റഫായ ടൈപ്പ് ഇതേപോലത്തെ സ്ക്രബ്ബർ യൂസ് ചെയ്യരുത്. എപ്പോഴും പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്രബ്ബർ യൂസ് ചെയ്യുക. അപ്പോൾ വൃത്തിയാവുകയും ചെയ്യും, അതുപോലെ കോട്ടിങ്ങിനൊന്നും ഒരു പ്രോബ്ലവും വരില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പോഞ്ച് ടൈപ്പ് ഉപയോഗിക്കാം, കുഴപ്പമില്ല. ഇത് യൂസ് ചെയ്ത് നന്നായി വൃത്തിയാവും. അപ്പോൾ പ്ലാസ്റ്റിക് സ്ക്രബ്ബർ ഉപയോഗിക്കുക. ഇതേപോലത്തെ സ്ക്രബ്ബർ ഉപയോഗിക്കരുത്, റഫ് ടൈപ്പ്. അതേപോലെ സ്റ്റീലിൻ്റെ ടൈപ്പും ഉപയോഗിക്കരുത്. ഇങ്ങനത്തെ ഉപയോഗിക്കാനേ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ കൂടുതൽ കാലം നോൺ സ്റ്റിക്ക് പാൻ ഈട് നിൽക്കുള്ളൂ. അതിന് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും. അടുത്ത ടിപ്പ് എന്തെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇത് വാഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കുറേ പാത്രങ്ങൾ കഴുകും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളിത് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ പാത്രം വയ്ക്കുന്ന
സ്ഥലത്ത് എടുത്തു വെക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും പാത്രങ്ങൾ വെക്കും. അപ്പോൾ ഇതിൽ സ്ക്രാച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. സ്പൂണോ അങ്ങനെ ചെറിയ കൂർപ്പുള്ള പാത്രങ്ങളൊക്കെ തട്ടിയിട്ട് സ്ക്രാച്ച് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും മറ്റു പാത്രങ്ങളുടെ ഇടയിൽ വാഷ് ചെയ്ത് വെക്കരുത്, മാറ്റി വയ്ക്കുക. അതുപോലെ സിങ്കിലൊക്കെ കഴുകാൻ കൊണ്ടുപോയിടുമ്പോൾ മറ്റു പാത്രങ്ങളുടെ ഇടയിൽ കൊണ്ടുപോയിട്ട് ഇത് വെക്കുമ്പോൾ ചിലപ്പോൾ കോട്ടിങ്ങിന് പെട്ടെന്ന് കേടുവരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും മുകളിൽ വെക്കുക, കഴുകാൻ വാഷ് ചെയ്യാൻ ഇടുമ്പോൾ, അല്ലെങ്കിൽ പാത്രം കഴുകി വെക്കുമ്പോൾ തന്നെ ഇത് മാറ്റി വയ്ക്കുക. അത് രണ്ടും വളരെ, അതായത് കുറേ കാലം ഈട് നിൽക്കാൻ, കോട്ടിങ്ങിന് പ്രശ്നമില്ലാതെ ഇരിക്കാൻ വളരെ നല്ലൊരു ടിപ്പാണ്. നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പാനിൽ വേറെ വല്ലതും, അതായത് ചപ്പാത്തി ഒന്നും ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കരുത്. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ല ചൂട് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഫുൾ ഫ്ലെയിമിൽ ഇടേണ്ടി വരും പലപ്പോഴും, അല്ലെങ്കിൽ മീഡിയത്തിനൊക്കെ കൂട്ടിയിടേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ കോട്ടിങ്ങിന് പെട്ടെന്ന് ഡാമേജ് വരും. അപ്പോൾ അത് കാരണം ഈ ദോശ ഉണ്ടാക്കുന്ന പാനിൽ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കരുത്. ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് എനിക്ക് അനുഭവം ഉണ്ട്, അത് കാരണം ഞാൻ പറയണത്. നമ്മൾ കുറച്ച് കൂട്ടിയിടേണ്ടി വരും, ചൂടുണ്ടെങ്കിൽ അത് പൊന്തി വരുള്ളൂ. അപ്പോൾ നമ്മൾ ദോശ പാനിന് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചപ്പാത്തിക്ക് വേറെ നിങ്ങൾ സെപ്പറേറ്റ് ചപ്പാത്തിയുടെ പാൻ നല്ല കട്ടി കൂടിയത് വാങ്ങി ഉപയോഗിക്കുക. ഒരിക്കലും ഇതിലുണ്ടാക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഈ നോൺ സ്റ്റിക്കിൻ്റെ ഈ കോട്ടിങ്ങിന് ഡാമേജ് പെട്ടെന്ന് വരും. അപ്പോൾ ദോശ ഉണ്ടാക്കുന്ന പാനിൽ ഒരിക്കലും വേറെ ഐറ്റംസ് ഉണ്ടാക്കാതിരിക്കുക. ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ പലരുടെയും ഗ്യാസ് സ്റ്റവ് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ബർണറിൻ്റെ പല ബർണറും പല വലിപ്പമായിരിക്കും. അപ്പോൾ നമ്മളുടെ വലിയ ദോശാപ്പാൻ വാങ്ങുകയാണെങ്കിൽ ഡയമീറ്റർ കൂടുതലാവുമ്പോൾ ഈ നമ്മൾ തീ കത്തിക്കുമ്പോൾ ഫ്ലെയിം ഇങ്ങനെ പരന്ന് അത്രയും വലിപ്പത്തിൽ വരില്ല. അപ്പോൾ നമ്മളെന്ത് തീ കൂട്ടിയിടേണ്ടി വരും എല്ലാ ഭാഗത്തേക്കും വലിയ ദോശ പരത്തുമ്പോൾ. അപ്പോൾ നമ്മൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള, നമ്മളെ ഗ്യാസ് സ്റ്റവിന് അനുസരിച്ചുള്ള മീഡിയം വലിപ്പത്തിലുള്ള ഡയമീറ്ററുള്ള ദോശാപ്പാൻ വാങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ചൂട് കിട്ടും ചെയ്യും. മീഡിയം ഫ്ലെയിമിലിട്ടാൽ ഫുള്ളിലാക്കി ഇടും വേണ്ട. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വലിപ്പമുള്ള ദോശ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ വലിയ ദോശാപ്പാൻ വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഈ ഫ്ലെയിം കൂട്ടിയിട്ടാൽ മാത്രമേ ചൂട് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മളുടെ തീ കൂട്ടിയിടുമ്പോൾ നമ്മളെ കോട്ടിങ് പെട്ടെന്ന് കേടുവരും. അത് കാരണം ഒരു മീഡിയം, ഞാൻ എൻ്റെ അടുത്തുള്ള ദോശാപ്പാൻ 250 mm ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് അത്യാവശ്യം സാധാരണ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ദോശ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ 250 mm വാങ്ങിക്കുന്നത്. ഇത് പ്രസ്റ്റീജിൻ്റെയാണ്. പ്രസ്റ്റീജിൻ്റെ അതായത് ഗ്രാനൈറ്റ് ഫിനിഷിംഗ് ഉള്ളതാണ്. 5 ലെയർ കോട്ടിങ് ഗ്രാനൈറ്റ് ഫിനിഷിങ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ സ്പോൺസേർഡ് വീഡിയോ ഒന്നും അല്ലാതെ നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടാം. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ വാങ്ങാം. നന്നായിട്ട് ക്വാളിറ്റി ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിക്കുന്നത്. ഇതിന് മുന്നേ ഞാൻ ഇത് വാങ്ങിയിട്ടുണ്ട്, അത് കാരണമാണ് ഞാൻ പറയുന്നത്. ഇത് ഗ്രാനൈറ്റ് ഫിനിഷിംഗ് ഉള്ളതാണ്, അതാണ് ഒന്നും കൂടി നന്നായിട്ട് തോന്നിയിരിക്കുന്നത്. ഇത്രയുമാണ് എനിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ട് തോന്നിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ വേണമെങ്കിലും വാങ്ങുമ്പോൾ എപ്പോഴും ഗ്രാനൈറ്റ് ഫിനിഷിംഗ് ഉള്ള നോൺ സ്റ്റിക്കിൻ്റെ വാങ്ങുന്നതാണ് എനിക്ക് ബെറ്ററായി തോന്നിയിരിക്കുന്നത്. നിങ്ങളങ്ങനെ വാങ്ങി നോക്കൂ വാങ്ങുമ്പോൾ. പിന്നെ ഇതേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാലം എന്താ പറയുക, നമ്മുടെ പാൻ കേടാവാതെ ഇരിക്കും. അതേപോലെ തന്നെ കടായി ആണെങ്കിലും ഇതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരിക്കലും സ്റ്റീലിൻ്റെ തവിയും പ്ലാസ്റ്റിക്കും ഒന്നും ഉപയോഗിക്കാതിരിക്കുക. ചൂടാറിയതിന് ശേഷം മാത്രം വാഷ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരിക്കലും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഏത് പാനായാലും കടായി ആയാലും കുറേ കാലം കേടാകാതെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയും. പിന്നെ നമ്മുടെ പഴയ നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ഫെസ്റ്റിവലിൻ്റെ ഓഫറൊക്കെ വരും. ഓണം വിഷു അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി പൈസയ്ക്ക് പുതിയ പാൻ മേടിക്കാൻ കിട്ടും. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. എൻ്റെ ഇപ്പോൾ ഇതിന് 900 സംതിങ് എത്രയായിരുന്നു വില, പക്ഷെ എനിക്ക് 600 സംതിങ്ങിന് ഇത് കിട്ടി. പഴയ പാൻ ഞാൻ കൊടുത്തിട്ടാണ് വാങ്ങിയത്. ഫെസ്റ്റിവൽ ടൈമിലായിരുന്നു വാങ്ങിയത്. അപ്പോൾ നമുക്ക് കുറച്ച് പൈസ നമുക്ക് അങ്ങനെ തന്നെ ലാഭം കിട്ടും. നല്ല വില കുറഞ്ഞത് നിങ്ങൾ വാങ്ങരുത്. അപ്പോൾ പെട്ടെന്ന് കോട്ടിങ് കേടുവരും. അങ്ങനെ നോക്കി വാങ്ങരുത്. ഇതിനിപ്പോൾ 900 രൂപയാണ്, എനിക്ക് 600 സംതിങ്ങിന് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഫെസ്റ്റിവലൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ടാവും. പ്രസ്റ്റീജിൽ അങ്ങനെ ഉണ്ട്. കടയിൽ പോയിട്ട് വാങ്ങേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. കടയിൽ പോയിട്ടാണ് വാങ്ങിയത്. അപ്പോൾ അങ്ങനെ വാങ്ങിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പൈസ കുറഞ്ഞ് കിട്ടും. നല്ല വില കുറഞ്ഞത് വാങ്ങരുത്. അപ്പോൾ പെട്ടെന്ന് കോട്ടിങ്ങിന് പ്രശ്നം വരും. അതും കൂടി ശ്രദ്ധിക്കുക. ഇത്രയുമാണ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്